Hello my dears, welcome to another video lesson, and today we are going to talk about one of the greatest diaries, Samuel Pepys, the diary of Samuel Pepys. Before listening to the diary sessions, we have to learn more about the historical events, background information which had happened in that age. Then only we will be understand what had discussed in this session. So let us begin. Samuel Pepys was an English naval administrator and member of parliament, best remembered today for the detailed private diary he maintained, which is one of the primary sources of information about the English Restoration period. He was a man of the world, interested in material advancement, music and theatre, and he was wrongly accused of involvement in Popish plot in 1679 and was imprisoned. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സെഷൻ സാമുവൽ പീപ്സിൻ്റെ ഡയറി എൻട്രീസിനെ കുറിച്ചാണ്. ഇപ്പം ഡയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതും സാമുവൽ പീപ്സിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന പേരാണ് ജോൺ ഇവ്ലിൻ്റെയും. ജോൺ ഇവ്ലിനും അതേ സമയത്ത് ആ ഏജിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡയറിസ്റ്റിൽ ഒരാളായിരുന്നു. മറ്റൊന്ന് നമ്മുടെ സാമുവൽ പീപ്സ് ആയിരുന്നു. ജോൺ ഇവ്ലിൻ്റെ ഡയറി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1641 to 1697 ആ കാലഘട്ടത്തിൽ നടന്ന കാര്യമായിരുന്നു ജോൺ ഇവ്ലിൻ്റെ ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ ലെറ്റ് us ടോക്ക് അബൌട്ട് ഡയറി. ഫസ്റ്റ് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡയറി ഈസ്. എന്താണ് ഡയറി? We can say that it is a daily written record of one's experiences and feelings and observations. നമുക്കറിയാം ഡയറി എന്താണെന്ന്. നമ്മളിൽ പലരും ഡയറി എഴുതുന്നവരാണ്. കാര്യം അന്നേ ദിവസം നമ്മൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള മൊമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ എഴുതുന്ന ഒരു റിട്ടൺ റെക്കോർഡാണ് ഡയറി എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഡയറി എന്ന് പറയുന്ന ലിറ്റററി ഫോം എമോജ് ചെയ്തത് 17th സെഞ്ച്വറിയുടെ ഒരു സെക്കൻഡ് ഹാഫ് ആകുന്ന സമയത്തായിരുന്നു. ആ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 17th സെഞ്ച്വറിയിൽ ഫോമായിട്ട് വന്ന രണ്ട് ഡയറിസ്റ്റ് ആയിരുന്നു സാമുവൽ പീപ്സും ജോൺ ഇവ്ലിനും. So, diary is a written record of one's experiences and feelings and observations, and also diary is a literary form that emerged in the second half of the 17th century. During this period, there is an increasing popularity of diary as a personal document in England. ആ ഒരു കാലഘട്ടത്തിലാണ് ഡയറി എന്ന് പറയുന്ന ഒരു കാര്യം ഇത്രയും നല്ല രീതിയിൽ ഇംഗ്ലണ്ടിൽ എമേർജ്ഡായി വന്നത്. Now, if we look into Samuel Pepys' diary, you will get to know that it is not at all about his personal revelations, but it is his detailed recording of history's great happenings. നമ്മൾ സാമുവൽ പിപ്സിൻ്റെ ഡയറി എടുക്കുമ്പോൾ പൊതുവേ നമ്മുടെ ഡയറിയിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും നമ്മുടെ പേഴ്സണൽ ഗ്യാതറിങ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ സാമുവൽ പിപ്സിൻ്റെ ഡയറി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു താക്കോൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നടന്നിട്ടുള്ള എല്ലാ ഡ്രമാറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സിനെ കുറിച്ചുമായിരുന്നു അദ്ദേഹം ഡയറിയിൽ പറഞ്ഞിരുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊണ്ട് തിങ്ങി നിറഞ്ഞ പേജുകളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ. ഹി ടോക്സ് അബൌട്ട് ദി ഹോൾ ഡ്രമാറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സ് വിച്ച് ഹാഡ് ഹാപ്പൻഡ് ഇൻ ഹിസ് ഏജ്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ കുറിച്ചുമാണ് അദ്ദേഹം ആ ഡയറിയിൽ പറഞ്ഞിട്ടുള്ളത്. സാമുവൽ പിപ്സ് ഡയറി റെക്കോർഡ്സ് ദി പീരീഡ് ഓഫ് 1660 to 1609. And we can say that in his diary, he gives a clear picture of what life was like in England during 1660s. And 1660s to 1700 marked as restoration period. Restoration periodൻ്റെ കാലഘട്ടമാണ് 1660 തൊട്ട് 1700 വരെ എന്ന് നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നമുക്ക് റെസ്റ്റോറേഷൻ പീരീഡ് എന്തായിരുന്നു, റെസ്റ്റോറേഷൻ പീരീഡ് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത് പോലെ, നമ്മുടെ അടുത്ത് നിന്ന് റെസ്റ്റോറേഷൻ പീരീഡ് നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിന്ന് റെസ്റ്റോറേഷൻ പീരീഡിലെ ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സ് കാണുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രീസ്. സോ ദ റെസ്റ്റോറേഷൻ പീരീഡ് ക്യാൻ ബി seen through the pages of Pepys' diaries. Everyone across the world, especially historians, using Samuel Pepys' diaries to get a better sketch of understanding London during this age. നമുക്കറിയാം, നമ്മളാണെങ്കിൽ പോലും റെസ്റ്റോറേഷൻ പീരീഡിൽ നടന്നത് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തതും സാമുവൽ പിപ്സിൻ്റെ ഡയറിയിൽ തന്നെയാണ്. അതുപോലെ എല്ലാ ഹിസ്റ്റോറിയൻസും റെസ്റ്റോറേഷൻ പീരീഡിൻ്റെ നേർക്കാഴ്ച കാണുവാനായിട്ട് അവരുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാമുവൽ പിപ്പിൻ്റെ ഡയറി ആയിരുന്നു. Samuel Pepys made his first diary entry on 1st January 1660 and he continued till 1669. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1660 തൊട്ട് 1669 വരെയുള്ള പീരീഡിനെ കുറിച്ചായിരുന്നു അദ്ദേഹം ഡയറിയിൽ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറി എൻട്രി എന്ന് പറയുന്നത് 1st January 1660 As I said earlier, his diary deals with some of the dramatic events happened in history. ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ള അത്രയും ഡ്രമാറ്റിക്കൽ മൊമെൻറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
The first incident occurred in that period was coronation of Charles II, that was in 1660. Oliver Goldsmith defeated Charles II at the Battle of Worcester. Then Charles fled to France, and after Cromwell's death he was brought back. Thus military rule under Cromwell ends and monarchy was established. അപ്പം നമ്മുടെ ഒലിവർ ഗോൾഡ്സ്മിത്ത് ചാൾസ് രണ്ടാമനെ ബാറ്റിൽ ഓഫ് വാർസെസ്റ്ററിൽ ഡിഫീറ്റ് ചെയ്യുകയും അങ്ങനെ ചാൾസ് ടു തിരിച്ച് അദ്ദേഹം ഫ്രാൻസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒലിവർ ക്രോംവെല്ലിൻ്റെ മരണത്തിന് ശേഷം ചാൾസ് ടു തിരിച്ചു വരികയും അങ്ങനെ ക്രോംവെല്ലിൻ്റെ കീഴിലുള്ള മിലിറ്ററി ഭരണം അവസാനിപ്പിക്കുകയും മൊണാർക്കി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ദിസ് പീരീഡ് ഫ്രം 1660 to 1700 ഈസ് നോൺ ആസ് ദി റെസ്റ്റോറേഷൻ പീരീഡ്. ചാൾസ് ടു വന്ന് രണ്ടാമത് ക്രോംവെല്ലിൻ്റെ മരണത്തിന് ശേഷം ചാൾസ് ടു തിരിച്ചു വന്നാണ് റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്ന ആ ഏജിന് റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പേര് വരാൻ കാരണം ഈ മിലിറ്ററി റൂൾ എന്ത് ചെയ്ത് അവിടെ മൊണാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ടാണ്. സാമുവൽ പിപ്സ് വാസ് എ വിറ്റ്നസ് ടു ഓൾ ദീസ് ഇൻസിഡൻറ്റ് ആൻഡ് ഹി ഹാഡ് റിട്ടൺ ദ ഇവൻറ്റ്സ് ഹി വിറ്റ്നസ്ഡ് ഇൻ ഹിസ് ഡയറി. അദ്ദേഹം ഈ കൊറോണേഷൻ ഓഫ് ചാൾസ് ടു എന്ന ഈ ഒരു ഇവൻറ്റിൽ അദ്ദേഹം വിറ്റ്നസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രിയിൽ ആദ്യം പറഞ്ഞിരുന്ന കാര്യം കൊറോണേഷൻ ഓഫ് ചാൾസ് ടുവിനെ കുറിച്ചായിരുന്നു. Second major incident recorded by Samuel Pepys in his diary was Great Plague of London in 1665. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ളത് ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടനെ കുറിച്ചാണ്. ഹി റെക്കോർഡഡ് എവറിത്തിങ് ഹി എക്സ്പീരിയൻസ്ഡ്, ദ വീക്ക്ലി ഡെത്ത് ടോൾസ്, ദ സഫറിങ്സ്, ദ മിസറബിൾ സിറ്റുവേഷൻസ് he experienced. The whole things which he had experienced was mentioned through the pages of his diary. എല്ലാ കാര്യങ്ങളും ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡയറിയിലൂടെയാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡ്രമാറ്റിക്കൽ ഇവൻറ്റ്സിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ഡയറി എൻട്രി ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് നടന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയും ഉണ്ടായെന്ന് വരില്ല. ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ, അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കൊറോണയൊക്കെ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും അതേ അവസ്ഥയായിരുന്നു. ആളുകളും വീടുകളും എല്ലാം ക്ലോസ് ഡൗൺ ചെയ്തിട്ട് എല്ലാ ആളുകളും ക്വാറന്റൈൻ ആയിരുന്നു. അപ്പോൾ ഈ ഡയറിയിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലരും ഗ്രേറ്റ് പ്ലേഗിനെ പേടിച്ച് നാടുവിടാൻ പോയതെല്ലാം ഇതിനകത്ത് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സാമുവൽ പിപ്സ് റിമൈൻഡ് ഇൻ ദി സിറ്റി ഓഫ് പ്ലേഗ്സ്. അദ്ദേഹം ഇങ്ങനെ എങ്ങോട്ടും പോകാനൊന്നും പോയില്ല. അദ്ദേഹം ഈ സിറ്റി ഓഫ് പ്ലേഗിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഇവൻറ്റ്സിന് വിറ്റ്നസ് ആവുകയും ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡയറിയിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്തു. Gave us the moment of history and how the city once crowded with people turned out to be completely deserted. Houses and cities were quarantined. He talks about his friends who moved to countryside because of plague, and also he remained in the place of plague. Then the third event he mentioned in his diary is Great Fire of London. അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രിയിൽ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താണ്? ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ. 1666 ഉണ്ടായ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനെ കുറിച്ചാണ് അദ്ദേഹം അടുത്ത ഡയറി എൻട്രിയിൽ മെൻഷൻ ചെയ്യുന്ന മേജർ ഇവൻറ്റ്. സൂൺ ആഫ്റ്റർ ദ പ്ലേഗ് ലണ്ടൻ വാസ് ഫേസ്ഡ് എ മേജർ ക്രൈസിസ്, ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, ആൻഡ് ദിസ് മേജർ ഇൻസിഡൻറ്റ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ്. Samuel Pepys in his diary gave us a shocking treatment of how the fire continued for 4 days and the destruction caused by it. He even added how people escaped from this great fire of London. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൗസിൽ ഇങ്ങനെ ഡിഗ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുറേ പ്രോപ്പർട്ടീസൊക്കെ ഒളിപ്പിച്ച് വെച്ച കാര്യവും വൈനും ചീസും എല്ലാം അദ്ദേഹം ഇങ്ങനെ ഡിഗ് ചെയ്ത് വീടിനിടയിൽ വെച്ച കാര്യമെല്ലാം അദ്ദേഹം ഈ ഡയറി എൻട്രിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എപ്പാർട്ട് ഫ്രം ദീസ് മേജർ ഇവൻറ്റ്സ് സച്ച് ആസ് ദ കൊറോണേഷൻ ഓഫ് ചാൾസ് ടു, Great Plague of London and Great Fire of London, apart from these major events, Samuel Pepys had also mentioned about a war. He mentioned about Anglo-Dutch War that happened in 1665 to 1667. We get an authentic picture of the individual and social life of a momentous period in English history. English historyയിലെ തന്നെ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറി എൻട്രിയാണ് സാമുവൽ പേപ്സിൻ്റെ. എല്ലാ കാര്യങ്ങളും ഒതൻറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ലൈഫിനെ പറ്റിയും ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ പറ്റിയും അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ലൈഫ്, ആ മൊമെൻറ്റസ് പീരീഡിലുള്ള ഹിസ്റ്റോറിക്കൽ പീരീഡിലുള്ള സോഷ്യൽ ലൈഫിനെ കുറിച്ചൊക്കെയുള്ള നല്ല ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രിയിലൂടെ ലഭിക്കുന്നത്. ദ പ്രസൻറ്റ് എക്സ്ട്രാക്റ്റ് നമുക്കിപ്പോൾ പഠിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ഡയറി എൻട്രീസ് എന്ന് പറയുന്നത് 2 days in 1660, that is the year of restoration, and then another 2 days in 1665, that is the year of London plague. Monday, January 9, 1616, Friday, 3rd January 1660,
Thursday 31st August 1665 and Sunday 5th November 1665. These are the diary entries which we have to study from our syllabus. സാമുവൽ പീപ്പിൻ്റെ ഡയറി എൻട്രിയിലൂടെ നമുക്ക് 70th സെഞ്ച്വറിയിലെ ഒരു എവറിഡേ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പീപ്പ് എൻജോയ്ഡ് ഗുഡ് ഫുഡ്, ഗുഡ് ഡ്രിങ്ക് ആൻഡ് ഹി ലവ് ടു വോക്ക് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ ഹി ഗോസിപ്ഡ് അബൌട്ട് ഫ്രണ്ട്സ്. ദെൻ ഹി അറ്റൻഡഡ് എൻ്റർടൈൻമെൻറ്റ്സ് ലൈക്ക് ബേറ്റിംഗ്, കോക്ക് ഫൈറ്റ്സ് ആൻഡ് ഇവൻ എക്സിക്യൂഷൻസ്. അദ്ദേഹം ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരാളാണ്. ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റീനെ ഭയങ്കരമായി മോൾഡ് ചെയ്തൊന്നും അല്ല ഇതിനകത്ത് കാണിക്കുന്നത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വ്യക്തമായ രീതിയിൽ ഒതൻറ്റിക് ആയിട്ട് ആ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ സ്കെച്ച് ചെയ്യുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഡയറി. മൺഡേ 9 ജാനുവരി 1660 എന്ന് പറയുന്ന എക്സ്ട്രാക്റ്റിൽ അധികമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു ദിവസം അദ്ദേഹം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അത് മാത്രമാണ് പറയുന്നത്. ആളിച്ചിരി ട്രബിൾഡ് മൈൻഡിലാണ്. കാര്യം അങ്കിളിന് കൊടുക്കാനുള്ള കടമിടപാടുകളെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന് ഒരുപാട് ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചിന്തയിലാണ് അദ്ദേഹം രാവിലെ എണീക്കുന്നത്. അതിനുശേഷം ബ്രദർ ജോണിന് വേണ്ടിയുള്ള സ്പീച്ച്, സ്കൂളിലേക്കുള്ള സ്പീച്ച് അദ്ദേഹം കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓഫീസിലോട്ട് പോവുകയാണ്. ഓൺ ഹിസ് വേ ഹി മീറ്റ്സ് ഹിസ് ഫ്രണ്ട്സ്, ഗോസ് ടു ഇൻ വിത്ത് ദം ആൻഡ് ഗോസിപ്പ് വിത്ത് ദം. അതിനുശേഷം സുഹൃത്തുക്കളെ കാണുകയും സുഹൃത്തുക്കളുമായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ളതും പബ്ലിക് ആയിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്ത് അവരുമായിട്ട് കുറച്ച് ഗോസിപ്പൊക്കെ ചെയ്ത് അദ്ദേഹം എൻജോയ് ചെയ്തിട്ട് പിന്നീട് പാർലമെൻറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യുകയാണ്. പാർലമെൻറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് സർ എച്ച് വെയിനാണ് അവിടെ പുതിയതായിട്ട് പാർലമെൻറ്റിലെ ഇതിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള ആളെന്ന് മനസ്സിലാവുകയാണ്. തിരിച്ച് വീണ്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോമിലോട്ട് തിരിച്ചു വരികയാണ്. ഒരു നല്ലൊരു ദിവസം അദ്ദേഹം എൻജോയ് ചെയ്ത് കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ സന്തോഷം കൊടുക്കുന്നൊരു കാര്യമായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും ട്രബിൾഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹി ഗോസ് ടു ബെഡ് വിത്ത് എ ട്രബിൾഡ് മൈൻഡ് ആസ് ഹി ഹാസ് ടു പേ മണി ടു ദി സോൾജേഴ്സ് ദി നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം സോൾജേഴ്സിന് പൈസ കൊടുക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് അന്നേ ദിവസം അദ്ദേഹം ഇച്ചിരി ഡെസ്പറേറ്റഡ് ആയിട്ടാണ് ബെഡിലോട്ട് കിടക്കുന്നത്. സെക്കൻഡ് എൻട്രി മെൻഷൻഡ് ഈസ് 3rd February 1660, that is Friday. And it talks about a pleasant morning and a beautiful morning. That is, Pepys plays his flute, then goes to the Whitehall where he sees about 30 to 40 prisoners. സെക്കൻഡ് എൻട്രി ആയ 1660 ഫ്രൈഡേ നമുക്ക് പഠിക്കാനുള്ള ഈ എൻട്രിയിൽ പറയുന്നത് നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് മോർണിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം വൈറ്റ് ഹോൾ വിസിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഒരു 30 to 40 പ്രിസണേഴ്സിനെ കാണുകയും ചെയ്യുന്നു. തിരിച്ച് ഓഫീസിലോട്ട് വരുന്ന സമയത്ത് പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ച് കസിൻസൊക്കെ ആയിട്ട്. അതേ ദിവസം തന്നെ റോജർ പീപ്സ് എന്ന അദ്ദേഹത്തിൻ്റെ കസിനുമായി വൈൻ 3 to 4 bottles ഓഫ് വൈൻ ഓർഡർ ചെയ്യുന്ന കാര്യവും ഈ സെഷനിലാണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നീടും അദ്ദേഹം വൈറ്റ് ഹോൾ വിസിറ്റ് ചെയ്യും. ആൻഡ് ദെയർ ഹി സീ സം ഓഫ് ദി ഓൾ സോൾജേഴ്സ് ക്ലാമറിങ് ഫോർ ദി പേയ്മെൻറ്റിന് വേണ്ടി വഴക്കിടുന്ന കുറച്ച് സോൾജേഴ്സിനെ അദ്ദേഹം ഈ സെക്ഷനിൽ കണ്ടുമുട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. At night he visits Mrs. Anne and plays cards with her. Then he goes home and to bed. ആനുമായി കാർഡ് പ്ലേ ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് വരികയും പിന്നെ ബെഡിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സിമ്പിൾ ഡേ ആണിത്. അടുത്തതായി പറയുന്നത് Thursday 31st August 1665 ആൻഡ് ദിസ് ടോക്സ് അബൌട്ട് പ്ലേഗ്, ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന എൻട്രി ആണിത്. ദ പ്ലേഗ് ഹാസ് സ്ട്രക്ക് ഫിയർ ഇൻ ദി ഹാർട്ട്സ് ഓഫ് പീപ്പിൾ. ദ പ്ലേഗ് ഹാസ് ഓൾറെഡി കിൽഡ് 6,000 പീപ്പിൾ. പ്രൊബബ്ലി ദ ട്രൂ നമ്പർ ഓഫ് ദ ഡെഡ് ഈസ് നിയർ 10,000. അതായത് പ്ലേഗ് എന്ന് പറയുന്നത് അതിഭീകരമായ അവസ്ഥയാണ് അവിടെ ഉണ്ടാക്കിയത്. ഒരുപാട് ആളുകൾ മരിച്ചു, കണക്കിൽ പെടാത്ത അത്രയും ആളുകളാണ് മരണപ്പെട്ടത്. പീപ്സ് ഡിസൈഡ്സ് ടു ഷിഫ്റ്റ് ഹിസ് ഫാമിലി ടു വൂൾവിച്ച് എന്ന സ്ഥലത്തോട്ട് ഫാമിലിയെ ഷിഫ്റ്റ് ചെയ്യാനായി അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഹി ഫസ്റ്റ് ഗോസ് ടു ദി ഓഫീസ്, ഡസ് സം ബിസിനസ് ആൻഡ് ഹാസ് എ ഗുഡ് ഡിന്നർ. ഓഫീസിൽ പോവുകയും നല്ല ഒരു ഗുഡ് ഡിന്നറൊക്കെ അദ്ദേഹം അറേഞ്ച് ചെയ്യുകയും ദെൻ ഹി ടേക്സ് ഹിസ് വൈഫ് ടു വൂൾവിച്ച്. ഭാര്യയുമായി വൂൾവിച്ചിലോട്ട് പോവാണ്. ഹി ഈസ് വറീഡ് അബൌട്ട് ദി ഇംഗ്ലീഷ് നേവി വിച്ച് ഹാസ് ഗോൺ ഔട്ട് ടു ഫൈൻഡ് ദി ഡച്ച് ഫ്ലീറ്റ്. ദെൻ the government does not sanction enough funds for the navy. In his personal life he has been happy, but the ravages of the plague troubled his mind. പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നു, പക്ഷേ പ്ലേഗിൻ്റെ അതിഭീകരമായ അവസ്ഥ ഈ എഴുത്തിലൂടെ തന്നെ നമ്മളിത് പ്ലേഗിനെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് എന്തുമാത്രം ഒരു ഭയാനകമായ ഒരവസ്ഥയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുടെ ഡയറി എൻട്രി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഇമോഷണലായിട്ട് നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്നതാണ്. ഇതേ ഒരു സാഹചര്യത്തിലാണ് നമ്മളും ഇപ്പോൾ നിൽക്കുന്നത്, കൊറോണ ടൈമൊക്കെ ആകുന്നത്. അപ്പം ഇദ്ദേഹം 31st August 1665 തേഴ്സ്ഡേയിൽ മെൻഷൻ ചെയ്യുന്നത് ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഫണ്ട്സ് ഒന്നും ഇല്ലാതിരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചും. പേഴ്സണൽ ലൈഫ് ഹാപ്പിയാണ്, പക്ഷേ പ്ലേഗിൻ്റെ ഈ ഒരു അതിഭീകരമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭയങ്കരമായി ട്രബിൾഡ് ആക്കുകയായിരുന്നു. ഫൈനൽ സെഷൻ വിച്ച് വി ആർ സപ്പോസ് ടു ലേൺ ഈസ്
about 5th November, Sunday, 1665. Here Pepys listens to a sermon in church in which the preacher remarks that no doctor can say what causes illness and no science can say how long a man will live. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം ഒരു sermon ലിസൺ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. The chaplain says that doctors cannot tell what an illness is and the arithmetics cannot decide how long a man live. At dinner, Pepys hears that plague is spreading to all parts of London. After dinner, he visited the writer John Evelyn. John Evelynനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നവംബർ 5th സൺഡേ എന്ന് പറയുന്ന ഡയറി എൻട്രിയിലാണ് ജോൺ എവ്ലിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. Evelyn showed him his excellent paintings and read out from his paintings. Pepys was impressed by his writings but found him to be somewhat conceited. Captain Cock, a drunken captain, now joins them and talks about a woman he is interested. Later, Pepys visits Mrs. Pennington, with whom he discusses both serious and trivial matter. He finds Mrs. Pennington to be excessively fond of her sick dog. ജോൺ എവ്ലിനെ കുറിച്ച് ഐ ഹാഡ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദി ബിഗിനിങ് സെഷൻ ഓഫ് ദിസ് വീഡിയോ. നമ്മുടെ സാമുവൽ പെപ്സിനെ പോലെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, എസ്സേയിസ്റ്റ് ആണ്. നവംബർ 5th സാമുവൽ പെപ്സ് ജോൺ എവ്ലിനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് he had shown some of his paintings and almost all of his paintings were pretty good and excellent. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന പ്ലേ ഒക്കെ പീപ്സ് വായിക്കുകയും അതിനെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റും കാര്യങ്ങളും ഈ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഡിസ്കഷൻസിനെ കുറിച്ചാണ് ലാസ്റ്റ് എൻട്രി സെഷനിൽ പറയുന്നത്. എപ്പോഴും പറയുന്ന പോലത്തെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ദിസ് ഇസ് ജസ്റ്റ് എ സമ്മറി. ഇതൊരു സാരാംശം മാത്രമാണ്. ബൾക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആ ടോപ്പിക്കിൽ നിന്നും ആ ഡയറി എക്സ്ട്രാക്റ്റിൽ നിന്നുമുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി മാത്രമാണിത്. ഇതിനകത്ത് ഉൾപ്പെടാത്തയും വേറെയും കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്ച്വലായിട്ടുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ദി ഒറിജിനൽ വേർഷൻ. നന്നായിട്ട് അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം സമ്മറി കേൾക്കുക, അല്ലെങ്കിൽ സമ്മറി കേട്ടതിന് ശേഷം അത് വായിക്കുക. Okay? Anyway, thank you my dears. Have a nice day.